കേരളത്തിലെ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിരാമമായപ്പോൾ പല അത്ഭുതങ്ങൾക്കും അട്ടിമറികൾക്കും നമ്മൾ സാക്ഷികളായതാണ്. അത്തരത്തിൽ കേരളത്തിൽ ഏറ്റവും വ്യത്യസ്തമായ വിജയമായിരുന്നു അങ്ങ് പാലായിൽ കാണാൻ കഴിഞ്ഞത്. പാലാ നഗരസഭ അധ്യക്ഷ സ്ഥാനം CPM നിഷേധിച്ചതിനെ തുടർന്ന് കറുപ്പ് വസ്ത്രമണിഞ്ഞ് പ്രതിഷേധിച്ച ബിനു പുളിക്കക്കണ്ടത്തിനെ പാല ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അതിൽ അതിശയോക്തി തോന്നാൻ ഇടയില്ലെങ്കിലും ബിനുവിനൊപ്പം സഹോദരൻ ബിജു പുളിക്കക്കണ്ടം, ബിനുവിന്റെ മകൾ ദിയ എന്നിവരും ഉജ്ജ്വല വിജയമായിരുന്നു കരസ്ഥമാക്കിയത്. ഒരു ജനപ്രതിനിധിയാകാൻ നേതാക്കൾ പരക്കം പായുമ്പോൾ ഒരു കൂട്ടം ജനപ്രതിനിധികൾ ഒരു വീട്ടിൽ നിന്നും തന്നെ ഉണ്ടായി എന്നത് ആ മേഖലയിൽ അവരുടെ ആത്മാർത്ഥ സേവനത്തെയാണ് തുറന്നു കാട്ടുന്നത്. മൂവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടായിരുന്നു പാലായിൽ മത്സരിച്ചത്. മൂവരും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രങ്ങളായിരുന്നെങ്കിലും ദിയ പുളിക്കക്കണ്ടം കേരളത്തിലെ ജനമനസ്സുകളിൽ പ്രത്യേക സ്ഥാനം നേടിക്കഴിഞ്ഞു. കന്നി അംഗമായിരുന്നു ദിയയുടേതെങ്കിലും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കരുത്തു തെളിയിച്ചാണ് ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി ദിയ ബിനു തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇംഗ്ലീഷിലുള്ള ദിയയുടെ ഭാഷാ പ്രാവീണ്യം മുൻപും ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇക്കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിന്റെ ക്ലിപ്പുകൾ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. വളരെ വ്യക്തവും സ്ഫുടവുമായി സംസാരിക്കുന്ന ദിയയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത്. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു മേയർ ഉണ്ടെന്നും അഭിമുഖം കേട്ടയുടനെ A റഹീം MP നാടുവിട്ടെന്നും ചിന്താ ജെറോമിനെ മഷിയിട്ട് നോക്കിയാലും ഇനി കാണാൻ കഴിയില്ല എന്നുമുള്ള രസകരമായ അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. ദിയ BJPയിലേക്കെന്ന വ്യാജ പ്രചാരണമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചൂടേറിയ ചർച്ചയ്ക്ക് കാരണമായത്. ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ദിയ തന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും പദ്ധതികളും പങ്കുവയ്ക്കുന്ന അഭിമുഖമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. പാലാ നഗരസഭയുടെ അമരക്കാരിയായി ചുമതലയേറ്റ ദിയ കേവലം പ്രായക്കുറവ് കൊണ്ട് തന്നെ വിലയിരുത്തരുതെന്നും പ്രവൃത്തിയിലൂടെ കഴിവ് തെളിയിക്കുമെന്നും വ്യക്തമാക്കി. 20 വർഷത്തോളം കൗൺസിലറായി പ്രവർത്തിച്ച പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്നാണ് ദിയ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നെങ്കിലും രാഷ്ട്രീയത്തോടെ എപ്പോഴും താല്പര്യമുണ്ടായിരുന്ന ദിയ കോളേജ് കാലഘട്ടത്തിലും സജീവമായിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രചാരണ രംഗത്തെത്തിയ ദിയ ജനങ്ങൾക്ക് പിതാവിനോടുള്ള വിശ്വാസ്യത വലിയ പിന്തുണയായെന്നും പറഞ്ഞു. ചെറിയ പ്രായത്തിൽ ഇത്ര വലിയ പദവി ഏറ്റെടുക്കുന്നതിലുള്ള വിമർശനങ്ങളെ സജീവമായി നേരിടാൻ തയ്യാറാണെന്നും ദിയ വ്യക്തമാക്കി. ഒരു അധ്യക്ഷ എന്ന നിലയിൽ സ്റ്റാർഡമല്ല ആഗ്രഹിക്കുന്നതെന്നും പകരം ഉത്തരവാദിത്വങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും ദിയ പറഞ്ഞു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമുള്ള ദിയ നഗരസഭയുടെ പരിമിതികളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളയാളാണ്. പാലാ നഗരസഭയുടെ 76 വർഷത്തെ ചരിത്രത്തിൽ പുതിയൊരു തുടക്കമായി പ്രവർത്തിക്കുമെന്ന് ദിയ ഉറപ്പു നൽകി. ആശുപത്രികളുടെ ആധുനികവൽക്കരണം, റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ വികസനം എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ദിയ പറയുന്നു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ടാഗുമായി CPM നടക്കിരുത്തിയ ആളാണ് ആര്യ രാജേന്ദ്രൻ. വെറുതെ കസേരയിൽ ഞെളിഞ്ഞിരുന്ന് എന്നല്ലാതെ ആ സ്ഥാനത്തിന് യോഗ്യത ഇല്ലാതിരുന്ന വ്യക്തിയാണ് ആര്യ എന്ന കമന്റുകൾ ദിയയുടെ വീഡിയോയ്ക്ക് താഴെ അനേകം വരുന്നുണ്ട്. A റഹീം MPയെയും സ്മരിക്കുന്ന അഭിപ്രായങ്ങളും നിരവധിയാണ്. അസഭ്യം പറയാനല്ലാതെ ചിന്തയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ള ശേഷി പോലും ഇല്ലെന്ന് പരിഹസിക്കുന്നവരുമുണ്ട്. സഖാക്കളെ പരിഹസിക്കുന്ന നിരവധി കമന്റുകളാണ് ദിയയുടെ വീഡിയോയ്ക്ക് താഴെ കാണാൻ സാധിക്കുന്നത്.